ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരിവെക്കൂ നീ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചൂടുണ്ടാവേ അത്യാവശ്യം വന്നിട്ടുണ്ട് കണ്ട. അത്യാവശ്യം ഇനിയിപ്പോ അടുത്ത നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കട്ടിത്തൈര്. അത് നമ്മളൊന്ന് ഉടച്ചിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. നല്ലോണം വെന്തിട്ടുണ്ട് ചേന. നല്ല രുചിയുണ്ട്. അമൃത ടിവിയുടെ ഉത്രാടത്തിന് ഈസ്റ്റേൺ രുചിയോണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ. നിങ്ങൾ എല്ലാവരും ഉത്രാടത്തിന് തിരക്കിലാണെന്ന് എനിക്കറിയാം. കാരണം നാളെ ഗസ്റ്റുകൾ വരും, നാളത്തിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ഈസ്റ്റേൺ രുചിയോണം നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. കാരണം അത്രയ്ക്കും പൊളി വൈബായിട്ടുള്ള ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇദ്ദേഹം നല്ല ഹിറ്റ് സിനിമകളുടെ റൈറ്ററാണ്, സംവിധായകനാണ്, നല്ലൊരു ഗായകനാണ്, ഇപ്പൊ നല്ലൊരു പാചകക്കാരനാകാൻ പോവുകയാണ്. അതിലുപരി മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഒരു ന്യൂജൻ വൈബ് ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള നായകൻ കൂടെയാണ് നമ്മുടെ സ്വന്തം ബിബിൻ ജോർജ്. തുമ്പി പാടു ഓരോരാവും നീ, ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരിവെക്കൂ നീ, മിഴികൾ വിടത്താൻ വാ, മൊഴികൾ വളർത്താൻ വാ. ഗായകൻ എന്നൊക്കെ പറയുമ്പോ പാടി അങ്ങ് തകർത്തങ്ങ് വന്നിരിക്കുകയാണ്. ഈ പാട്ടില് ഒരു ഫ്രഷ് ഇല്ലേ? സാധാരണ വന്നു കഴിഞ്ഞാൽ തിരുവാവണിരാവ് ഉത്രാടപ്പൂതിലാവേ, ഇത് മൂന്നുമാണ് ഫ്രഷ് പാട്ടുകൾ. അതുകൊണ്ട് ഞാൻ ഇത് അധികം കേൾക്കാത്തൊരു പാട്ട് പിടിച്ചു വന്നേക്കാണ്. ഓക്കെ, എന്റെ ഇൻട്രോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഗ്രനായിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചു ഇത് ആരെപ്പറ്റി. ഞാൻ അവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ വേറെ ഏതോ ഗസ്റ്റ് വന്നുണ്ട്. കാരണം താൻ അത്രയും പൊക്കി പറഞ്ഞല്ലോ. പൊക്കി പറഞ്ഞല്ല, ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞേ. ഉള്ള കാര്യമാണ്. യെസ്, എളിമയാണ് ബിബിൻ ചേട്ടന്റെ. അതെല്ലാം എളിമയില് ഇപ്പൊ നല്ല മലയാളി തനിമയിലാണ് വന്നിരിക്കുന്നത്. ചന്ദനക്കുരൊക്കെ തൊട്ട് എളിമ ഓർ തനിമ രണ്ടും ഇരിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണവിശേഷങ്ങൾ എന്തായി? എവിടം വരെയായി ഓണ പ്രിപ്പറേഷൻസ് ഒക്കെ? നല്ല എല്ലാ കൊല്ലവും ഓണം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് ഞങ്ങൾ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം പണ്ട് തുടങ്ങിയത് നമുക്കൊന്ന് നല്ല പ്രോഗ്രാം ഉള്ള സമയമാണ്. നേരത്തെ സ്റ്റേജ് ഷോ ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ഉദ്ഘാടനങ്ങളും പരിപാടികളും കിട്ടുന്ന സമയമാണ്. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് സന്തോഷിക്കാനും ഫാമിലി ആയിട്ടൊക്കെ ചെലവഴിക്കാൻ പറ്റുന്ന സമയം കിട്ടുന്ന സമയമാണ്. സമയം കിട്ടിയ സമയമാണ്. അങ്ങനെ സമയം കിട്ടിയപ്പം ഈസ്റ്റേൺ രുചിയോണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഉണ്ടാക്കാൻ അറിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മീൻകറി ഉണ്ടാക്കും, ബീഫ് കറി ഒക്കെ ഉണ്ടാക്കും. സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, ഉണ്ടാക്കും. അപ്പൊ അവര് പറഞ്ഞു ഓണം അല്ലേ, മീൻകറി ഉണ്ടാക്കണം മോശമല്ലേ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിലും നമുക്ക് ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഈ കാളംപൂളം സിനിമകൾ ചെയ്യുന്ന പറഞ്ഞൊരു പരാതി ഉണ്ട്. അപ്പൊ നമുക്ക് ആ പൂളം കളഞ്ഞിട്ട് കാളം പിടിച്ചാലോ? അങ്ങനെ കാളനാണ് ബിബിൻ ജോർജ് ഉണ്ടാക്കുന്നത്. അല്ല, പുതിയ ഹോട്ടലൊക്കെ തുടങ്ങിയിട്ട് പാചകമൊക്കെ പഠിച്ചോ? നല്ല ഹോട്ടൽ തുടങ്ങിയത് ബിരിയാണി അല്ലേ? ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രാൻഡായി, ഒരു 3 ഫ്രാഞ്ചൈസി ആയി. അപ്പൊ അങ്ങനെ സെറ്റ് ആയി പോകണം. ഓക്കെ, അപ്പൊ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കാളന്റെ ഇൻഗ്രീഡിയൻസ് താ എന്ന് പറഞ്ഞ്. ആണല്ലേ? ഇൻഗ്രീഡിയൻസ് പറഞ്ഞു ഓൾറെഡി ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ആരുടെ റെസിപ്പിയാ? ചേച്ചിയുടെ ആണോ അമ്മയുടെ ആണോ? ഇത് അമ്മയുടെ ഒന്നും അല്ല. നമ്മളെ ഓണം എന്ന് പറയുന്നത് ഞാൻ കാക്കനാട് നിലമ്പഞ്ഞോൾ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പൊ ഞങ്ങളൊരു മതസൗഹാർദ്ദ നാടായിരുന്നു. ഇപ്പുറത്തെ വീട്ടില് സലാമിക്ക എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് അച്ഛ, മോഹൻ അച്ഛ എന്ന് വിളിക്കുന്നത്, ഞങ്ങൾ അച്ഛ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓണം വന്നാ അവിടെ, പെരുന്നാൾ വന്നാ അവിടെ, ക്രിസ്മസ് വന്ന അവരൊക്കെ കൂടി ഞങ്ങളുടെ വീട്ടിൽ. അപ്പൊ അവിടത്തെ നമ്മുടെ മോഹനച്ഛന്റെ വീട്ടിലുണ്ടാക്കിയ ഒരു ചെറിയൊരു കാളനാണ്. സാമ്പാറ്, രസം അല്ലെങ്കിൽ പരിപ്പ് അങ്ങനെ കഴിക്കാത്ത ചില ആൾക്കാരുണ്ടാവും. അപ്പൊ അവരാദ്യം ചോദിക്കുന്നത് കാളനായിരിക്കും. ചിലയിടങ്ങളിൽ കാളനായിരിക്കും ആദ്യം ഒഴിക്കുന്നത്, പിന്നീടായിരിക്കും സാമ്പാർ ഒഴിക്കുന്നത്. പിന്നീട് ചില സ്ഥലങ്ങളിൽ ഇതുണ്ട്. ഇപ്പൊ കോട്ടയത്തൊക്കെ ഈ കാളനെ തന്നെ പുളിശ്ശേരി എന്നും പറയും. ചില സ്ഥലത്ത് പുളിശ്ശേരി എന്ന് പറഞ്ഞ മോരുകറി സെപ്പറേറ്റ് ആണ്. മോരുകറി വേറെയാണ്. മോര് അത് കാച്ചിയതെന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ആണ്. ഇത് വേറെയാണ്. അപ്പൊ ഇതില് ചില സ്ഥലത്ത് മധുരമുള്ള കാളുണ്ടാവും, പൈനാപ്പിൾ ഇട്ടിട്ടുണ്ടാവും, ചെറിയ പഞ്ചസാര ഇട്ടിട്ടുണ്ടാവും, ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന കാളാണ്. അപ്പൊ ആദ്യം കാളന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഇത് തൈരാണ് നമുക്ക് ആദ്യം വേണ്ടത്. തൈര്, പച്ചമുളക്,
ഉലുവ, ആ. ജീരകം, കടുക്, കുരുമുളക്, ചേന, വറ്റൽമുളക്, ഉപ്പ്, തേങ്ങ മെയിനാണ്, പച്ചക്കായ, കറിവേപ്പില. കറിവേപ്പില വേണം. ഞാൻ കറിവേപ്പില ഇപ്പഴേ ഒഴിവാക്കിയതാ. മുളക് പൊടി, ഈസ്റ്റന്റെ മഞ്ഞപ്പൊടി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ തുടങ്ങാം അല്ലേ? അപ്പൊ ആദ്യം ഇങ്ങനത്തെ പാത്രം മതിയോ? യെസ്, ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങുക. ഞാൻ സഹായിയാണല്ലോ. ആണ്. താൻ എല്ലാത്തിനും ഞാൻ കാണുന്നുണ്ട് ഇടക്കിടക്ക് സഹായിക്കുന്നില്ല. അപ്പൊ ആദ്യം നമുക്ക് ചേന ഇടാം. അപ്പൊ വെള്ളം വേണ്ടേ? പറയാം. ഓക്കെ, എന്നെ കൊണ്ട് വെള്ളം എടുപ്പിച്ചു. 2 രീതിയിൽ നമുക്ക് ആളുകൾക്ക് മുങ്ങാലോ. ഒന്ന് വെള്ളത്തിൽ മുങ്ങാം, വെള്ളത്തിന് മുകളിൽ മുങ്ങാം. അപ്പൊ ആദ്യം പച്ചക്ക ഇട്ടു. ഇനിയിപ്പൊ അതിനനുസരിച്ച് ഇത് മുങ്ങാൻ പാകത്തിനാണ് നമ്മൾ വെള്ളം വേണ്ട. അടുക്കളയിൽ കയറി നല്ല പരിചയം ഉണ്ടല്ലോ കുട്ടി. യെസ്, ഞാൻ അടുക്കളയിൽ കയറാറുണ്ട്. ഞാൻ പാചകം ചെയ്യാറുണ്ട്. എന്താ മെയിൻ ഉണ്ടാക്കണേ? മെയിൻ നോൺ വെജ് ആണ്. ചിക്കൻ, ബീഫ്. മഞ്ഞപ്പൊടി എവിടെ? യെസ്, ഈസ്റ്റന്റെ മഞ്ഞപ്പൊടി. ഈസ്റ്റന്റെ മഞ്ഞപ്പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. മഞ്ഞപ്പൊടി എപ്പോഴും ഉണ്ടല്ലോ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. കാരണം ഈ നമ്മുടെ കേരളീയർക്ക് പ്രത്യേകിച്ച് അന്ന് കൊറോണ വന്നപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി കിട്ടാനുള്ള കാരണം മഞ്ഞളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അല്പം ഈസ്റ്റന്റെ മുളക് പൊടി എടുത്തേ. ഈസ്റ്റന്റെ മുളക് പൊടി കണക്കാക്കിയാണ് നമ്മൾ ഇതിലിടേണ്ടത്. അങ്ങനെ അളവൊന്നുമില്ല. നല്ല പാചകക്കാരന്. ഏകദേശം ഓക്കെയാണ്. ഇനി ഒരു പൊടിക്ക് കുരുമുളക് പൊടി. ഓക്കെ. ലാസ്റ്റ് നമ്മുടെ ഉപ്പ് മാത്രം ആവശ്യത്തിന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ യൂട്യൂബില് വീഡിയോ കണ്ട് കറി ഉണ്ടാക്കണവര് തോറ്റു പോണത്. ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയും. എന്താവശ്യത്തിന്? ആരുടെ ആവശ്യത്തിന്? ഇനിയിപ്പോ രണ്ട് പച്ചമുളക് എടുത്തേ. ഇല്ല, അത് നമുക്ക് മുളകിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കീറാതെ ഇടുന്നത്. ചിലർക്ക് ഇടാൻ, ചിലർക്ക് ഇടാതെ. ഓൾറെഡി നമ്മൾ ഈസ്റ്റന്റെ ഇത് മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ. അത്യാവശ്യം എരിവായിട്ടുണ്ടാവും. നല്ല സെറ്റിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോ നമുക്കൊന്ന് ഇളക്കാം. നമ്മളൊന്ന് ഇളക്കാം. എല്ലാം ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് മൂടി വെച്ചത് വേവിക്കാം. ഗ്യാസ് കത്തിച്ചിട്ടില്ലേ? കത്തിക്കാം. ഓക്കെ, മൂടി വെച്ച് നമ്മൾ വേവിക്കാൻ പോവാണ്. അപ്പൊ ഗ്യാസ് കത്തിക്കാണ്. ഞാനൊന്ന് പേടിച്ചു. മൂടി കത്തിപ്പോ. മൂടി വെച്ചിട്ടുണ്ട്. ഇത് ഇനി തിളക്കേണ്ട ഒരു സമയമുണ്ട്. ഓക്കെ, ആ സമയത്ത് നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാൻ. ഓണത്തിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ഇതായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പൊ പോരെന്ന് പറഞ്ഞൊരു പടം എന്റെ റിലീസ് ചെയ്യാനുണ്ട്. പുതിയത്. പിന്നെ അഭിമന്യു തിലകനും ഞാനും കൂടി ഹീറോ ആയിട്ട് ഒരു പടം അടിവെടി പൂരം. ഇതാണ് പടത്തിന്റെ പേര്. അടിവെടി പൂരം. ഒരു ഉത്സവ മൂഡ് പടമാണ്. ഞങ്ങൾ രണ്ടുപേരും ഹീറോ ആയിട്ട് ഒരു പടം. ഇതാണ് വരുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ച് എഴുത്തിന്റെ പരിപാടികളിലാണ്. ഞാൻ വിഷ്ണുവും കൂടി കുറെ നാൾക്ക് ശേഷം ഒരു പരിപാടികൾ രണ്ടുപേരോട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഒരു ഫുൾ ഹ്യൂമർ പടം സ്ക്രീനിൽ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ മലയാളികൾക്ക് അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് രണ്ടുപേരും ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ്. ഈസ്റ്റേൺ രുചി ഓണത്തില് ബിബിൻ ജോർജ് ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ വീണ്ടും അല്ലേ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് യോജിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആട്ടോ. നിങ്ങൾ എഴുതുന്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റ് ആണ്. താങ്ക് യു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇപ്പൊ ഞങ്ങള് ഡയറക്ട് ചെയ്ത സിനിമ വെടിക്കെട്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഇത്തിരി ഹ്യൂമർ കുറവായിരുന്നു എന്ന് കരുതിയിട്ടാണ് അതിലൊരു ഇത്തിരി മിക്സഡ് ഒപ്പീനിയൻ ഒക്കെ വന്നത്. പക്ഷെ ഇപ്പൊ അത് നല്ല അഭിപ്രായത്തിലേക്ക് ആവുകയും ചെയ്തു. കാരണം ആളുകൾ ആ ചിരിയുടെ കോമഡി ഇല്ലാന്നും പറഞ്ഞ് പോയി തിയേറ്ററിൽ കണ്ടിട്ട് അപ്പൊ ആളുകൾക്ക് ഭയങ്കര നിരാശയായി. പിന്നീട് അത് ഓക്കെ കോമഡി ഇല്ലാത്തൊരു സിനിമ എന്നുള്ള രീതി കണ്ടു കഴിഞ്ഞപ്പോ അത് ഓക്കെ ആവുകയും ചെയ്തു. അതാണ് വെടിക്കെട്ടിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇപ്പൊ ഇനി ഞങ്ങൾ ചെയ്യുന്ന ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ആണ്. ഓക്കെ, ആരൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതൊന്നും പറയൂല, സസ്പെൻസ് ആണ്. എന്നാലും ചെറിയൊരു സത്യസന്ധമായിട്ട് പറയൂല. സത്യസന്ധമായിട്ട് പറയില്ല. ഓക്കെ, അപ്പൊ കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പൊ ഓണാണല്ലോ വിശേഷം. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിബിൻ ജോർജ് ഏതായിരിക്കും പറയുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വെള്ള കളർ ഉരുളക്കിഴങ്ങിന്റെ പരിപാടിയില്ലേ, ഇഷ്ടപോലെ പച്ചടിയാണോ? അല്ലല്ല, ഉരുളക്കിഴങ്ങ് ഇഷ്ടപോലെ ഇരിക്കണം. പിന്നെ അത് തന്നെ വറുത്തരച്ചും ഉരുളക്കിഴങ്ങായിട്ട് വെക്കും. ചില സ്ഥലത്ത് വറുത്തരച്ച് ചില സ്ഥലത്ത് വെള്ള കളറായിരിക്കും. ആ വെള്ള കളർ ഇഷ്ടുവിന്റെ ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഈ പുതിയ വീട്ടില് ഓണസദ്യ തയ്യാറാക്കുന്നുണ്ടോ നാളെ? ഇല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ ഒരു കൃത്യം 10 കൊല്ലമായിട്ട് നമ്മുടെ വെടിക്കെട്ടിലേക്ക് മ്യൂസിക് ഡയറക്ടർ ഷിബു പുലർക്കാഴ്ച എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിയുടെ വീട്ടിലാണ് ഓണവും വിഷു എന്റെ എല്ലാ കൊല്ലവും. ഒരു 10 കൊല്ലമായിട്ട് കണ്ടിട്ട്. വിഷ്ണു ചേട്ടനുണ്ടോ? അതോ വിഷ്ണു ഇല്ല.
അപ്പൊ നാളെ ഇനി ആ ചേട്ടന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ എല്ലാവർക്കും. അയ്യോ അതിനു മുമ്പ് ഒന്ന് നോക്കട്ടെ. അതെ, ഈ പുരാണിച്ച് സാധനം പുരാണിച്ച് ചേന വെന്തോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട്. ചൂടുണ്ടാവേ. കുഴപ്പമില്ല. ആ അത്യാവശ്യം വന്നിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം വെന്തു നല്ല രീതിയിൽ വെന്തു. ഒന്ന് നമുക്ക് തുറന്നു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒന്ന് വറ്റിച്ച അപ്പൊ കൂട്ടിയിട്ടാലോ? കുറച്ചൊന്ന് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെക്കുക. ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെക്കാം. പണ്ടത്തെ ഒരു ഓണം ഓർമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന പരിപാടിയിലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴത്തേനും നല്ല രസകരമായ. ഓണത്തിന്റെ തലേന്നേ ഇതുവരെ പോയതിൽ വെച്ച് കലാഭവന്റെ പഠിക്കണ സമയത്ത്, കലാഭവനിൽ ഞാൻ മിമിക്രി പഠിക്കണ സമയത്ത് 15 വയസ്സായതൊക്കെ ഉള്ളു, 15-16 വയസ്സ്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് എല്ലാരും കൂടെ ട്രൂപ്പ്, ഞാൻ, അഴകൻ, രവി, മാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് അഷിജൻ, ഞങ്ങൾ 5-6 പേര് ടീം ഉണ്ടാക്കിയിട്ട് ഒരു പ്രോഗ്രാം കിട്ടിയ ഒരു സ്ഥലത്ത്. ആ ഒരു സ്ഥലം പറയുന്നില്ല കാരണം അത് അവർക്ക് മോശമാണ്. ആ സ്ഥലത്ത് പ്രോഗ്രാം ചെയ്തിട്ട് പരിപാടി നല്ല രീതിയിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി പൊളിഞ്ഞ് തല്ലിപ്പൊളി പരിപാടി നനഞ്ഞ് കൊട്ടേ വാരി. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് രാത്രി അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാൻ വേറെ വണ്ടിയില്ല. പെട്ട് ഈ പൊളിഞ്ഞ പ്രോഗ്രാം സ്റ്റേജില്ലേ അതിന്റെ പുറകിലൊരു വീടുണ്ട്, അതൊരു മെയിൻ കമ്മിറ്റിക്കാരന്റെ ആണ്. ആ കമ്മിറ്റിക്കാരന്റെ വീട്ടിൽ വേണം ഞങ്ങൾ നിക്കാൻ പരിപാടി പൊളിഞ്ഞിട്ട്. തമാശ ചീറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ട്രാജഡി ലോകത്തില്ല. സ്റ്റേജിൽ പാട്ട് പൊളിയാം, ഡാൻസ് സ്റ്റെപ്പ് പറ്റിക്കാം, പക്ഷെ മിമിക്രി പൊളിഞ്ഞാൽ പിന്നെ നമ്മളിൽ ഉണ്ടാകുന്ന നാണക്കേട് ഭീകരമാണ്. നമുക്ക് ഒരാളുടെ മൂത്ത് നോക്കാൻ പറ്റില്ല. തമാശയുടെ ഒരു വിധിയാണത്. അവിടെ പരിപാടി പൊളിഞ്ഞിട്ട് ഈ കമ്മിറ്റിക്കാരന്റെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കണമല്ലോ. എങ്ങനെ കഴിക്കാൻ തോന്നി? അയ്യോ അത് പ്രശ്നമില്ല. എനിക്ക് അതല്ല കോമഡി, ഈ കഴിക്കാൻ തോന്നിയെന്നില്ല, അത് തന്നെയാണ് സത്യം. ഒരു വറ്റ് നമ്മുടെ തൊണ്ടേന്ന് ഇറങ്ങുന്നില്ലേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, ഷിജൻ എന്ന് പറഞ്ഞത്. അവൻ ഈ പരിപാടി പൊളിഞ്ഞായിട്ട് എന്തോ അറിഞ്ഞിട്ടില്ല. അവൻ കാരണമാണ് മെയിനായിട്ട് പൊളിഞ്ഞത്. അവൻ കഴിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഈ കമ്മിറ്റിക്കാരൻ പോയി, ചേട്ടാ ഒരു പപ്പടം എടുത്തേ പറഞ്ഞ് അവനെയൊക്കെ പിച്ചി ഒക്കെ എല്ലാം പേടിയാ നമുക്ക്. പക്ഷെ എങ്ങനെ പോകാൻ രാത്രി വേറെ വഴിയില്ല. അപ്പൊ പിന്നെ അവിടെ കിടന്നിട്ടാ വെളുപ്പിന് 4 മണിക്ക് ഈ കമ്മിറ്റിക്കാരൊക്കെ ബാക്കിയുള്ള ആളുകളെ കൂട്ടി വന്നതിന് മുമ്പ് എണീറ്റ് പോകാൻ റെഡിയാകും. ഞങ്ങള് റെഡിയായി വേഗം പോവാ. അപ്പൊ ഷിജൻ വൈകണ്, അവൻ ഇഞ്ച് ചെയ്യുന്നു. ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനിങ്ങനെ നോക്കിട്ട് പറഞ്ഞു ഇതിനൊന്നും ഒരു കുറവില്ല എന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി നടന്നു. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് നടക്കാൻ. ബസ് സ്റ്റോപ്പിലേക്ക് ഇവന്മാര് നടക്കും, ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നായിപ്പോയി. പക്ഷെ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഞാൻ എവിടെയൊക്കെ സ്റ്റക്ക് ആയിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം ഒരു ദൂതനെ വിട്ടിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ ഈ 4 മണിയൊക്കെ ടൈമില് അറ്റത്തുനിന്നൊരു വെളിച്ചം, ഞാൻ കാല് കഴിച്ച് അവിടെ ഇരിക്കുക, അവന്മാര് നടക്കുകയും ചെയ്ത്. നോക്കുമ്പോ ഒരു ബൈക്കുകാരൻ വന്നിരിക്കുന്നു. ഞാൻ കൈ കാണിച്ച് അയാളവിടെ നിർത്തി. ഞാൻ പുറകെ കയറി. ഇയാള് മിണ്ടുള്ള, പക്ഷെ ഇയാള് മിണ്ടിയിട്ടില്ല. ഞാനപ്പോ പറഞ്ഞ് ബസ് സ്റ്റോപ്പ് ആക്കുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു, ഇയാള് ബസ് സ്റ്റോപ്പിലാക്കി. അവന്മാരെക്കാളും മുമ്പിൽ ഞാൻ എത്തിയേട്ടാ. അതെനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു പോയിന്റ് ആണ്. ഞാൻ തോറ്റു എന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്ത് ദൈവം എന്തെങ്കിലും കൊണ്ടുവരും. അപ്പൊ അവിടെ ചെന്ന് ഇയാള് ചായ മേടിച്ചു തന്നു. ഇയാൾ അധികം സംസാരിക്കുന്നില്ല, പക്ഷെ എന്നോട് ചായ മേടിച്ചെന്ന് കാശ് കൊടുത്തു. ഞാൻ പറഞ്ഞു ചേട്ടൻ എവിടെ പോയതാന്ന് ചോദിച്ചു. ഞാനിവിടെ ഇറച്ചി വിടുന്ന ആളാ എന്ന് പറഞ്ഞു. ചേട്ടൻ എന്താ എന്നിട്ട് എന്നോടൊന്നും മിണ്ടാത്തത്? നിന്റെയൊക്കെ പരിപാടി ഇന്നലെ കണ്ട. അതാണ് ഇയാള് മിണ്ടാത്തത്. ഇയാൾക്ക് ആ ദേഷ്യമുണ്ട് എന്നെ അവിടെ എത്തിക്കുകയും വേണം. ആ ഓണം ഞാൻ മറക്കൂല. കാരണം ദൈവത്തിനെയും കാലിനെയൊക്കെ ഒരുമിച്ച് കണ്ട പോലെ ഉണ്ടായി. ഇറച്ചേട്ട് കടയിൽ കൊണ്ടുപോയില്ലല്ലോ. ഓ ഭാഗ്യം. ഞാനോർത്ത് ആ പോക്കിനെങ്ങാനും കൊണ്ടുപോയാലോ, ആരറിയാൻ പോകുന്നു. അതെ, അന്നേ തീർന്നേനെ. ഏതെങ്കിലും ഒരാളുടെ വീട്ടില് ബിബിൻ ഫ്രൈ ആയിട്ട് അല്ലേ ഞാൻ വെന്താനും. ഇപ്പൊ ഈ കടന്ന് മത്തങ്ങ വേവുന്ന പോലെ അല്ല, ചേന. അപ്പൊ ആവശ്യത്തിന് ഇത് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഓഫ് ചെയ്താലോ? ഇങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിന്റെലേക്ക് ഒഴിക്കണ്ട. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങയും ജീരകവും ഇട്ടിട്ട് അടിച്ച് പേസ്റ്റ് ആക്കണം. ഒരു പച്ചവളം ഇട്ടേക്കാം. ബിപിൻ ചേട്ടാ, ചേച്ചിനെ വീട്ടിൽ സഹായിക്കാറുണ്ടോ?
ഇല്ല, ഞാൻ സഹായിക്കാറില്ല. അവള് പറയണത് എന്താണെന്നറിയാമോ, ഞാൻ ആ സഹായിക്കാത്തതില്ലേ അതാണ് അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സഹായം എന്നാണ് പറയുന്നത്. അടുക്കള എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് സ്ത്രീകളുടെ ഒരു ടെറിട്ടറി, ഒരു സാമ്രാജ്യമാണ്. അതിലേക്ക് കയറണമെങ്കിൽ നമ്മൾ അവരുടെ പെർമിഷൻ എടുക്കണം. ഒന്നില്ലെങ്കിൽ നമ്മളത് നല്ല വൃത്തിയായിട്ട് ആ യുദ്ധം നടത്തണം. ഒരു പച്ചമുളക്, ഈസ്റ്റേണിന്റെ പൗഡർ ഉള്ളത് കൊണ്ട് അത്യാവശ്യം എരിവുണ്ട്, എന്നാലും നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് കൊടുത്തേക്കാം. ഓക്കെ, ഒരു ഇത്തിരി വെള്ളം ആവശ്യത്തിനുള്ള. അപ്പൊ അങ്ങനെ ചേച്ചി അടുക്കളയിൽ കേട്ടാറില്ല. ഈസ്റ്ററിന്റെ കുറച്ച് മഞ്ഞപ്പൊടി കൂടെ എടുത്തേ. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞില്ല, മഞ്ഞപ്പൊടി നമ്മളുടെ ഐറ്റമാണ്. കാരണം നമ്മുടെ വിഷങ്ങളെല്ലാം അടിച്ചു കളയുന്ന സാധനമാണ്. അപ്പൊ നമുക്കിത് പേസ്റ്റ് ആക്കട്ടെ. നല്ലോണം ഇട്ട് അടിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ആവശ്യത്തിന് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ആക്കണോ? ഗ്യാസ് ഓൺ ആയിക്കോളൂ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് നമ്മൾ ആ അരപ്പങ്ങ് ഇടുകയാണ്. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള അരപ്പ് കണ്ടോ, അത് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിലും വെള്ളം കിട്ടും, അതിലും വെള്ളം കിട്ടും. ഓക്കെ, അവിടെ വെച്ചോ. ഓക്കെ, നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇതെല്ലാം കഴുകി വെക്കും. എന്നെ സഹായിക്കാൻ വേറെ ആരും ഞാൻ തന്നെ മതി. അപ്പൊ നമ്മൾ ചെറിയ ഫ്ലെയിമില് വെച്ചിട്ടുണ്ട്. തുറന്ന് വെച്ച് നമുക്ക് വറ്റിക്കാം. ഇനിയിപ്പോ അടുത്ത നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ പ്രോബയോട്ടിക് ഐറ്റം, നല്ല കട്ടിത്തൈര്. അത് നമ്മളൊന്ന് ഉടച്ചിട്ട് വേണം ഇതിലേക്ക് ഇടും. അപ്പോ ഒരു ജസ്റ്റ് ഒരു ക്രഷ്. ഓക്കെ, ബിപിൻ ചേട്ടന്റെ ഒരു ഹീറോ എന്ന് പറയുന്നത്, ഫിലിമിലെ ഒരു ഹീറോ എന്ന് പറയുന്നത് ആരായിരിക്കും? ഇനി ആദ്യമായിട്ട് താൻ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞേക്കാം. ആരായിരിക്കും? അഭിഷേക. കേട്ടല്ലോ, അഭിഷേക് ബച്ചനാ? കേട്ടില്ല. ഒരു തവണ പറയുള്ളൂ, ഒന്ന് പോയേ. അപ്പൊ നമ്മള് ഉഡായിപ്പൊന്നുമില്ല. ഷർട്ടിലൊന്നും വീഴൂല. ഇവിടെയൊക്കെ ഇതൊക്കെ ആയി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അതെ, നല്ല രീതിയിൽ ഇത് ഉടഞ്ഞിട്ടുണ്ട്. കറക്റ്റ് സാധനത്തിലേക്ക് ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒഴിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഒരു എന്നിട്ട് മനസ്സിലായി, നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് വറ്റിപ്പോകും. മനസ്സിലായി, ചാറ് കുറച്ചിങ്ങനെ കുറുകിയിരിക്കണം അല്ലേ? തൈര് വറ്റിപ്പോ. ബിപിൻ ചേട്ടന്റെ അമ്മ നല്ല കുക്കാന്ന് കേട്ടു. എന്റെ അമ്മച്ചി നല്ല കുക്കാണ്. അമ്മച്ചിയുടെ ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ മീൻകറി. ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞ സാധനം അത് സംഭവം ഉള്ളതാ. കാരണം നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് അതേ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമ്മൾ ചെയ്താലും ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കൈപ്പുണ്യം തന്നെ വേണം, അത് ദൈവം തരുന്നതാ. അതെ, കൈപ്പുണ്യം, കുറച്ച് സ്നേഹവും കുറച്ച് വാത്സല്യത്തോടൊക്കെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവൂല. മനസ്സിലായില്ലേ? നമ്മള് നന്നായിട്ട് നോക്കുക എന്നുള്ളേ ഉള്ളൂ. മുഹബത്തൊക്കെ ഇട്ട് കട്ടഞ്ഞാൽ പിടിക്കാം, പക്ഷെ അടുക്കി പിടിക്കരുത്. അപ്പൊ ഈസ്റ്റേൺ രുചിയോണത്തിൽ ഉത്രാട ദിനത്തിൽ ബിപിൻ ജോർജിന്റെ കാളനാണ് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം കഴിയാറായി. നാളെ തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ ഉത്രാടപ്പാച്ചിലാണ് നമ്മളെല്ലാവരും. അപ്പോ ഇത് നമ്മൾ അധികം നേരം ഫ്ലെയിമിലിട്ട് വെക്കണ്ട, കാരണം ഇനി നമുക്ക് താളിച്ചെടുക്കേണ്ട ടൈമായി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതിന്റെ അടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് താളിക്കാനുള്ള പരിപാടിയിലേക്ക് ചീനിച്ചട്ടി എടുക്കുക. ചീനിച്ചട്ടി എടുത്തു. ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഇട്ട് തന്നെ നമുക്ക് താളിക്കാം. ഓക്കെ, ചീനിച്ചട്ടി വെച്ചു. ഇനി എന്താ വേണ്ടേ? ഇനി എന്താണ്? സ്റ്റവ് ഓൺ ആക്കണോ? കത്തിച്ചോ, ഫുൾ ഫ്ലെയിമിലിട്ട് കത്തിച്ചോ. ഓക്കെ, കൂട്ടുകാരായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ ചെയ്യുന്ന ഒരാളാണല്ലോ ബിപിൻ ചേട്ടൻ. അപ്പൊ ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ട് എങ്ങനെ ഇങ്ങനത്തെ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനത്തെ വലിയ ഈ ഓണത്തിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഈ പ്രാവശ്യം ഞങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞ സംഘടനയുണ്ട്. മനസ്സെന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പാണ് മനസ്സ് എന്നാണ് ആ ടീമിന്റെ പേര് തന്നെ നല്ല രസം, മനസ്സ്. അപ്പൊ ഞങ്ങള് ഈ പ്രാവശ്യം ഒന്ന് ഫാമിലി ഗെറ്റ് ടുഗദറും അല്ലാണ്ട് ഞങ്ങളുടെ ബാച്ചിലേഴ്സ് ടീമും ഒക്കെ കൂടി ഒന്നിക്കുന്ന ഉണ്ട് ഈ പ്രാവശ്യം. ഉണ്ട്. ഓക്കെ, ഓണത്തിനല്ല, ഓണം കഴിഞ്ഞിട്ട്. അപ്പൊ എണ്ണ ചൂടായിട്ട് ഫ്ലെയിം കുറക്കുക. ഇനി നമ്മള് കുറച്ച് ഉലുവ, നമ്മുടെ മെയിൻ ഐറ്റം കറിവേപ്പില. എന്തൊക്കെ പറഞ്ഞാലും ആദ്യം ഒരു കാര്യം ചെയ്താലോ, വറ്റൽമുളക് ഇട്ടാലോ. ഇതിനെ ഈ വറ്റൽമുളകിന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഏറ്റവും ചെറിയ സാധനങ്ങളൊക്കെ ആണല്ലോ ഈ അടുത്ത കാലത്ത് ഇതിനൊക്കെ വില കൂടി. ചെറിയ സാധനങ്ങൾക്ക് വില കൂടിയാൽ നമ്മൾ അറിയില്ല. വറ്റൽമുളകിനൊക്കെ വില കൂടി. നമ്മളെപ്പോഴും പെട്രോളിന്റെ വിലയും മറ്റേ വിലയൊക്കെ പറയും. പക്ഷെ വറ്റൽമുളകിന് അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വില കൂടി. അത് ബിഗ് ബിരിയാണി ഇട്ടപ്പോഴാണോ ഇതിന്റെ ഒക്കെ വില കൂടിയത്? സത്യമായിട്ടും അതെ, ഞാൻ ഒന്നും അന്വേഷിക്കാറേ ഉണ്ടായില്ല. ഞാനിടണമായിരുന്നു.
എന്റെ കൈപുണ്യം. ഞാൻ ഇട്ടുപോയി, സാരില്ലേ നീ. എന്നാലും ഒരു 2 ഞാൻ എടുത്തേ. എനിക്ക് എന്റെ കിക്കായിരുന്നു. അയ്യോ എനിക്ക് കിക്കാതാ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ട്. യോധയിലെ മറ്റേ കൊച്ചിന്ന. ഇനിയിപ്പൊ നമുക്ക് ഒരു കളറിന് വേണ്ടിട്ട് ഈസ്റ്ററിന്റെ മുളക് പൊടി ഒന്ന് എടുത്തിട്ടു. ഓഫ് ചെയ്യണം ഫ്ലെയിം. ഓക്കെ, അപ്പൊ നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യൂ. ഒഴിച്ചോ, പേടിക്കാതെ ഒഴിച്ചോ. അരെ വാ, തിളക്കണ തിള കണ്ടില്ലേ. ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഭംഗിയിൽ ഇങ്ങനെ ആക്കാം ആദ്യം. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ ഫ്ലേവർ ഓ അടിപൊളി. അങ്ങനെ നമ്മുടെ കാള റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് അല്ലെ കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ സെർവിങ് ഡിഷ് പോരട്ടെ. ഇതാണ് പാചകയിലെ ഏറ്റവും ഭംഗിയുള്ള കാര്യം. കാരണം നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും നല്ല പ്രസന്റബിൾ ആയിട്ട് അല്ലേ, ചിരിച്ച മുഖത്തോടു കൂടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടമാവുകയും ചെയ്യും. ഞാൻ ഇനി വേറെ സാധനം ചെയ്തു കേട്ടോ, ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. കഴിയാനായിട്ട് ഈ ചുവന്നമുളക് കണ്ട ഇവനെ കൂടി അങ്ങോട്ട് വെച്ചു. അപ്പൊ പ്രേക്ഷകരെ, ഇതാണ് ബിബിൻ ജോർജ് ഉണ്ടാക്കിയ കാളൻ. നാളത്തെ തിരുവോണ സദ്യയില് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കണം അല്ലെ ബിബിൻ ചേട്ടാ? എന്താ ഒരു കോൺഫിഡൻസ് കുറവ്. നല്ലോണം വെന്തിട്ടുണ്ട് ചേനം, നല്ല രുചിയുണ്ട്. കേരളത്തിലെ അമ്മമാർക്ക് അറിയാത്ത കാളൻ, അതായത് അറിയാത്ത ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ അപ്പൊ പൂക്കി പിള്ളേർക്ക് വേണ്ടിയുള്ള പൂക്കി കാളനാണ് ഞങ്ങൾ. പൂക്കി വൈബ് ഇങ്ങനെ ഇട്ടോ, ഇതാണ് പൂക്കി. അപ്പൊ ബിബിൻ ചേട്ടൻ വിടുന്നതിന് മുന്നേ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? റിലീസ് ആവുന്ന നമ്മുടെ ജലാൽ മാഗ്നസ് എന്ന് പറഞ്ഞ കല്ലായിലൊരു പെണ്ണുണ്ട്, ആ ജലാലിക്ക് ഞാനും കൂടി ഞാൻ ആദ്യമായിട്ടൊരു മാപ്പിളപ്പാട്ട് പാടുകയാണ്. ജലാലിന്റെ സുൽത്താൻ എന്നാണ് മാപ്പിളപ്പാട്ടിന്റെ പേര്. ഞങ്ങൾ രണ്ടുപേരുമാണ് പാടിയേക്കുന്നത്. ഞങ്ങളുടെ തന്നെ ബാൻഡാണ്. ഇപ്പൊ ബിഗ് ബിരിയാണി എന്ന് പറഞ്ഞ പോലെ തന്നെ ബിഗ് ബാൻഡ് ഉണ്ട്, ലൈവ് കൺസേർട്ട് ആണ്. ബിബിൻ ചേട്ടാ, ഈ വർഷത്തെ ഓണം ഒരു ബിഗ് ഓണം ആകട്ടെ, അടിപൊളിയാകട്ടെ. അമൃത ടിവിയുടെ ഓണാശംസകൾ അപ്പൊ വീട്ടിലെല്ലാവരോടും പറയണം. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോടും പറ. പ്രിയമുള്ളവരെ, ഇന്ന് എല്ലാവരും ഉത്രാട പാച്ചിൽ ഇങ്ങനെ ഓടി പോകുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പൂക്കി കാളൻ ഇവിടെ ഉണ്ടാക്കിയത്. അറിയാത്തവർ, ഈ പറഞ്ഞ പോലെ കാളന് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ വീണ്ടും പറയുന്നു. പൂക്കിയായിട്ടുള്ള ആളുകൾക്ക് അറിയാത്തവർക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. അപ്പം ബിബിൻ ചേട്ടാ, ഒരു ചെറിയൊരു ഓണ സമ്മാനം, ഈസ്റ്റേന്റെ ഒരു ചെറിയൊരു ഓണ സമ്മാനാണ്. ഈസ്റ്റേൺ ഈ ഓണവും മധുരിക്കട്ടെ. അപ്പൊ നല്ല മധുരമുള്ള ഓണം ആകട്ടെ. ഓക്കെ, അപ്പൊ ഇത് ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ കൊടുക്കുക. അവര് അല്ലേ, ഇപ്പൊ എന്തായാലും അവര് തയ്യാറെടുക്കുമായിരിക്കും നാളത്തെ ദിവസത്തിന് വേണ്ടി. അപ്പൊ ഇത് ഒരു സഹായമായിട്ട് തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പൊ നാളെ തിരുവോണ ദിനമാണ്. അപ്പൊ നാളെ തിരുവോണ ദിനത്തില് ഞാൻ നല്ലൊരു അടിപൊളി ഗസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പൊ നാളെ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് അമൃത ടിവിയുടെ ഒപ്പം അല്ലെ ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന തിരുവോണത്തിന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ബിബിൻ ചേട്ടാ, അപ്പൊ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ? അമൃത ടിവി ഓണം വന്നേ. നമ്മുടെ ഏറ്റവും നമ്മൾ സദ്യയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വിഭവം ഉണ്ടല്ലോ, എന്താ നേരത്തെ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ ഒരു സമയത്ത് നമുക്ക് അതങ്ങ് വറുത്തിട്ടാലോ, കുറച്ച് ഓൾറെഡി ഏലക്കുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഒരു ഇത്തിരി ഒരു മണത്തിന് വേണ്ടിട്ട്. ഈസ്റ്റേൺ സേമിയ റെഡിയായി. നൈസ്, അടിപൊളി.